ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് കെ ഇൻഫോഷെയർ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് കവറുകളും മറ്റും റീസൈക്കിൾ ചെയ്ത് ഈ രീതിയിലുള്ള ഒരു കോർണർ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നമ്മളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് കവറുകളൊക്കെ ഈ രീതിയിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിന് നമ്മളൊരു കോർണർ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്കൊരു കാർഡ്ബോർഡ് ഷീറ്റ് ആവശ്യമാണ്. 29 സെൻറ്റിമീറ്റർ, 29 സെൻറ്റിമീറ്റർ, 22 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ആ സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലൊരു കഷ്ണം ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ച് പിടിപ്പിക്കാം. അതായത് നമ്മൾ റെസിൻ വെച്ച് മോൾഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ റെസിൻ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്ലെക്സ് ക്വിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് PVA സൊല്യൂഷൻ അടിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെസിൻ അടിക്കുമ്പോൾ നേരിട്ട് കടലാസിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും, നമുക്ക് വിടിച്ച് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളധികം ചിലവില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാർഡ്ബോർഡ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മോൾഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാദ്യം PVA സൊല്യൂഷൻ അതിന് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ 2 പ്രാവശ്യം കോട്ട് ചെയ്യാനായിരിക്കും. ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടിയും കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റെസിൻ അടിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കുകയില്ല. ഇത് നമ്മൾ 2 പ്രാവശ്യം PVA അടിച്ചതിന് ശേഷം ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഒരു അഡീഷണൽ സേഫ്റ്റിക്കായിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് മുറിച്ച് നമ്മുടെ സൈഡിൽ 4 സൈഡിലും ചെറിയ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിലും അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 കാര്യത്തിന് വേണ്ടിയാണ് വയ്ക്കുന്നത്. ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നീട് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ മോൾഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. ഒക്കെ ഇപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇതാണ് ഫൈബർ ഗ്ലാസ് മാറ്റ്. ഇതുപയോഗിച്ചാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് അളവിൽ മുറിച്ചെടുക്കുക. നമ്മൾ കാർഡ്ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നതിന് കുറച്ച് നീളം കൂട്ടി മുറിക്കുക, സൈഡിലേക്ക് കയറ്റി വയ്ക്കാനും കൂടി ഉള്ളതാണ്. ഇതാണ് മോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന GP റെസിൻ. GP റെസിൻ്റെ ഒപ്പം നമ്മൾ കാറ്റലിസ്റ്റും ആക്സിലേറ്ററും അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യണം. എന്നാലേ നമുക്ക് ഹാർഡാക്കി എടുക്കാൻ പറ്റുള്ളൂ. ആദ്യം കുറച്ച് റെസിൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിലേക്ക് 2-3 തുള്ളി കാറ്റലിസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ശരിയായി മിക്സ് ചെയ്തതിന് ശേഷം ആക്സിലേറ്റർ മിക്സ് ചെയ്ത് കൊടുക്കാം. ആക്സിലേറ്റർ കൂടുതലായി പോയാൽ പെട്ടെന്ന് സെറ്റായി പോകും, നമുക്ക് പണിയെടുക്കാനുള്ള സമയം കിട്ടില്ല. ആദ്യം നമുക്ക് ജെൽക്കോട്ട് കളറിൽ മിക്സ് ചെയ്ത് അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മളിവിടെ പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് റെസിൻ തന്നെ ഈ ആക്സിലേറ്റർ മിക്സ് ചെയ്ത് നമ്മളതാണ് ആദ്യം അടിച്ചു കൊടുക്കുന്നത്. 2 പ്രാവശ്യം റെസിൻ ഫുള്ളായി കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് റെസിൻ ഒഴിച്ചു കൊടുക്കുക. അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ റെസിൻ ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയാണ്. അതിന് മീതെ നമുക്ക് ഫൈബർ മാറ്റ് വെച്ച് കൊടുക്കാം. ഫൈബർ മാറ്റിലേക്ക് നമുക്ക് നമ്മൾ ഈ റെസിൻ ഫുള്ളായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് ശരിക്കും മാറ്റ് അതിൽ അലിഞ്ഞ് ചേരണ പോലെ നമുക്ക് തോന്നും. ശരിക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് ചെയ്യണമായിരിക്കും നല്ലത്. നമ്മൾ പ്രസ് ചെയ്ത് പോവുക. ഒരു 3 ലെയറെങ്കിലും മിനിമം ചെയ്യണം. എന്നാലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബലം കിട്ടുള്ളൂ. നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് തീർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 3 ലെയർ ഇതുപോലെ ചെയ്തു പോവുക. ഇതിപ്പോൾ നമ്മൾ അവസാനത്തെ ലെയറാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രഷ് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് എന്നുള്ളതാണ്. ബ്രഷ് നമുക്ക് കഴുകാനായിട്ട് ബാർ സോപ്പ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഏതെങ്കിലും വേണം. അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴുകിയെടുത്താൽ ബ്രഷ് സെറ്റായി പോകാതിരിക്കുള്ളൂ. ആ ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പണിയുണ്ടെന്നുണ്ടെങ്കിൽ റെസിനിൽ തന്നെ ആക്സിലേറ്ററും കാറ്റലൈസും മിക്സ് ചെയ്യാത്ത റെസിനിൽ തന്നെ മുക്കി വെച്ചിരുന്നാൽ മതി, പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വിരിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ അത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മോൾ ഭാഗം നല്ല മിനുസമായിരിക്കും. റോൾ ചെയ്തതിന് ശേഷം അത് ഉണങ്ങാനായിട്ട് സെറ്റാവാൻ അനുവദിക്കുക. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ള ഈ കഷ്ണത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സെറ്റാവണേക്ക് മുമ്പാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കത്തി മതി, അല്ലെങ്കിൽ നമുക്കൊരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇനി നമുക്ക് തട്ട് ഇതിൽ നിന്ന് റിലീസ് ചെയ്യിപ്പിച്ചെടുക്കണം. അതിന് സൈഡ് പതുക്കെ വെടിയിപ്പിച്ച് കൊടുക്കുക. ഇവിടെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വിട്ടുപോരും. സൈഡിലും മുകളിലും താഴെയൊക്കെ വെച്ചിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് പൊളിച്ച് മാറ്റാം.
ഇപ്പോൾ നമ്മൾ 3 തട്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ മോൾഡിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാക്കാം നമുക്ക്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോക്ക് പൊടി ഇടുക, അതിലേക്ക് കുറച്ച് റെസിൻ ഒഴിക്കുക, എന്നിട്ട് ശരിയായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ചെറിയൊരു പാർട്ടിലേക്ക് നമുക്ക് ആക്സിലേറ്ററും കാറ്റലിസ്റ്റും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്താൽ സെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ ആക്സിലേറ്റർ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഹോളുകൾ അടച്ചു കൊടുക്കുക. ഇതിനായി വേണമെങ്കിൽ നമുക്ക് പുട്ടി ബ്ലേഡും യൂസ് ചെയ്യാം. ചെറിയ തോതിൽ സെറ്റായി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് ഈ കൂടുതലായി നിൽക്കുന്നതൊക്കെ മുറിച്ച് മാറ്റാം. അതിനുശേഷം സാൻഡ് പേപ്പറോ എമരി ക്ലോത്തോ ഉപയോഗിച്ച് നമുക്ക് ഉരച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഉരച്ചെടുത്തതിന് ശേഷം നമുക്ക് പോളിഷ് ചെയ്ത് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോർണർ സ്റ്റാൻഡിനുള്ള 3 തട്ടുകൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പിടിപ്പിക്കാനുള്ള 2 പലകൾ ചെയ്തെടുക്കാം. അതിനായി 36 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുമുള്ള ഒരു കാർഡ്ബോർഡ് ഒരു മോൾഡ് പോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മൾ. അതിലാദ്യം നമ്മൾ തട്ടുകൾ ഉണ്ടാക്കാൻ ചെയ്തതുപോലെ തന്നെ PVA സൊല്യൂഷൻ അടിച്ച് അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വിരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇതിനുള്ളിൽ തട്ടുകൾക്ക് ചെയ്തതുപോലെ ആദ്യം റെസിൻ കോട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കട്ട് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതിലും കുറച്ചുകൂടി കൂടുതലിടാം. അതിനുശേഷം കാറ്റലിസ്റ്റും ആക്സിലേറ്ററും മിക്സ് ചെയ്ത് റെസിൻ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫൈബർ ഗ്ലാസ് മാറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൽ റെസിൻ കോട്ട് ചെയ്ത് കൊടുക്കാം. കാറ്റലിസ്റ്റും ആക്സിലേറ്ററും കൂടുതൽ ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അല്ലെങ്കിൽ പണിയെടുക്കാൻ സമയം കിട്ടാതിരിക്കും, സെറ്റായി പോകും. ഇതേപോലെ ഇതിൻ്റെ മുകളിൽ 3 ലെയറെങ്കിലും ചെയ്യുക, എന്നാലേ അതൊരു സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് റിലീസ് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പലക ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു കോർണർ സ്റ്റാൻഡ് ആക്കി എടുക്കാം. കോർണർ സ്റ്റാൻഡിനുള്ള 3 തട്ടുകളും 2 പലകളും നമ്മളിപ്പോൾ ശരിയാക്കി എടുത്തു കഴിഞ്ഞു. ഇത് നമുക്ക് വേണമെങ്കിൽ കുളിമുറിയിലൊക്കെ ഉപയോഗിക്കുന്ന സിംഗിൾ കോർണർ സ്റ്റാൻഡ് ഉപയോഗിക്കാം. 2 സൈഡിൽ സ്ക്രൂ ചെയ്താൽ പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ 3 എണ്ണം ജോയിൻ ചെയ്ത് കോർണർ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഈക്വൽ അകലത്തിൽ 3 ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മിനുസം ഒന്ന് കളഞ്ഞെടുക്കണം. ആ 3 ഭാഗത്തെ മിനുസം കറക്റ്റായിട്ട് ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത പലകയിലും ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള റെസിൻ ചോക്ക് പൗഡർ മിക്സ് റെഡിയാക്കി എടുക്കാം. ചോക്ക് പൗഡറിലേക്ക് കുറച്ച് റെസിൻ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഒരു ഭാഗത്തേക്ക് കുറച്ച് മാറ്റിയതിന് ശേഷം അതിൽ നമുക്ക് കാറ്റലിസ്റ്റും ആക്സിലേറ്ററും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് തട്ടൊട്ടിച്ചെടുക്കാനായിട്ട് മിനുസം കളഞ്ഞു വെച്ചിരിക്കുന്ന പലകയിൽ ആദ്യം തേച്ച് കൊടുക്കാം. അതിനുശേഷം തട്ടിൻ്റെ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആക്സിലേറ്റർ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അത് ഒട്ടി കിട്ടും. എന്നാലും ലെവൽ നോക്കുക. ലെവൽ നോക്കിയതിന് ശേഷം അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. നമുക്ക് അടുത്ത് ഒട്ടിക്കാം. ആദ്യത്തെ ഒട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ സെൻറ്ററിലത്തെ ഒട്ടിച്ച് പിടിപ്പിക്കാം. രണ്ട് ഭാഗത്തും പേസ്റ്റ് വെച്ചതിന് ശേഷം നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. എന്തെങ്കിലും തട വെച്ച് കൊടുത്തിട്ട് വയ്ക്കുക. ലെവല് നോക്കാൻ മറക്കണ്ട. മൂന്നാമത്തെ തട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 3 തട്ടും അതിൻ്റെ ഒരു ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ള അടുത്ത സൈഡാണ്. അതിനുവേണ്ടി നമുക്ക് തിരിച്ചു വയ്ക്കാം. തിരിച്ചു വെച്ചിട്ട് അവിടെ നമ്മുടെ രണ്ടാമത്തെ പലക കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗം കറക്റ്റായിട്ട് ആ തട്ടുമ്മ വരണ വിധത്തിൽ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതിനായി നേരത്തെ ചെയ്ത പോലെ റെസിൻ ചോക്ക് പൗഡർ മിക്സ് റെഡിയാക്കി എടുക്കുക. അത് നമുക്ക് തേച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്രാവശ്യം നമ്മൾ പലകയാണ് തട്ടുമ്മലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ തട്ട് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അനക്കമില്ലാത്തതുകൊണ്ട് അതുമ്മലേക്ക് നമ്മൾ ഒട്ടിക്കുക. അതുകൊണ്ട് 3 ലൈൻ വരച്ചിട്ടിരിക്കുന്നതിൽ ഈ മിക്സ് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഒട്ടിക്കേണ്ട ഭാഗത്തുള്ള തട്ടിൻ്റെ ഭാഗത്തും തേച്ച് കൊടുക്കുക. എന്നിട്ട് വെറുതെ അങ്ങോട്ട് മറിച്ചങ്ങോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതൊരു 10 മിനിറ്റിനുള്ളിൽ സെറ്റായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വരച്ച് ലെവൽ ചെയ്തെടുക്കാം. ആവുന്നവരെ എന്തെങ്കിലും ഒരു ഭാരം മുകളിൽ കയറ്റി വയ്ക്കുക. എന്നാലേ അതൊന്ന് പ്രസ്സായിട്ട് ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കോർണർ സ്റ്റാൻഡ്.
ഇതുപോലെ പല പല സാധനങ്ങളും നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ മറുപടി തരാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.